ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കല്ലിൽ കൊത്തിയ കലയും കാലത്തോട് പൊരുതിയ മനുഷ്യ ശ്രമവും ഒന്നായി തെളിയിക്കുന്ന ഒരു അത്ഭുത കഥയുണ്ട്. ഇത് വേണുഗോപാലസ്വാമി ടെമ്പിൾ. ഇന്ന് KRS ബാക്ക് വാട്ടേഴ്സിന്റെ ശാന്തതയിൽ പിറവിയെടുത്ത ഒരു പൈതൃക സ്മാരകം. ബാംഗ്ലൂരിൽ നിന്ന് 140 കിലോമീറ്റർ, മൈസൂരിൽ നിന്ന് വെറും 35 കിലോമീറ്റർ, വൃന്ദാവൻ ഗാർഡനിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരം. കൃഷ്ണരാജസാഗര ലേക്കിന്റെ തീരത്ത് നിലകൊള്ളുന്നു ഈ പുനർനിർമ്മിച്ച ദേവാലയം. ക്ഷേത്രത്തിന് മുന്നിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദനീയമല്ല. അതിനു പുറമെ പൂക്കളോ കാശോ മറ്റേതെങ്കിലും സമർപ്പണങ്ങളോ ഒന്നും ഇവിടെ അനുവദിക്കില്ല. ഭക്തർ ശാന്തമായ ദർശനവും പ്രാർത്ഥനയും മാത്രം നടത്തുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഹൊയ്സളരുടെ അതുല്യ കലാപാരമ്പര്യത്തിൽ പിറന്ന ഈ ക്ഷേത്രം കല്ലിൽ കൊത്തിയ പൂക്കളും ശില്പങ്ങളുടെ സൂക്ഷ്മരേഖകളും ശില്പികളുടെ കൈപുണ്യവും നിറഞ്ഞ ഒരു കലാസ്മാരകമായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മൈസൂരിന്റെ ജലവിതരണം ഉറപ്പാക്കാനായി കൃഷ്ണരാജ വാഡിയാർ നാലാമൻ KRS ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ തടാകം രൂപപ്പെട്ടു. ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങി. ദശാബ്ദങ്ങളോളം തടാകത്തിന്റെ നീല തീരത്തിനടിയിൽ മറഞ്ഞുകിടന്ന ഒരു നഷ്ടപ്പെട്ട ചരിത്രം. പിന്നീട് തടാകനിരപ്പ് കുറഞ്ഞ വർഷങ്ങളിൽ ഈ പൈതൃകം തിരിച്ചുപിടിക്കാൻ ഒരു മഹത്തായ ശ്രമം ആരംഭിച്ചു. ക്ഷേത്രം കല്ലുകല്ലായി പൊളിച്ച് ഓരോന്നിലും ടാഗ് നമ്പർ കുറിച്ച് അത് തന്നെ രൂപത്തിലും അലങ്കാരത്തിലും KRS ലേക്കിന്റെ പുതിയ തീരത്ത് വീണ്ടും പണിതുയർത്തി. ഇത് വെറും പുനർനിർമ്മാണമല്ല, ഒരിക്കൽ വെള്ളത്തിനടിയിൽ മറഞ്ഞുപോയ ചരിത്രത്തിന്റെ പുനർജന്മം. ഇന്ന് തടാകത്തിലെ വെള്ളത്തിൽ വീഴുന്ന സൂര്യാസ്തമയത്തിന്റെ സ്വർണ്ണ നിറം ക്ഷേത്രത്തിന്റെ കല്ലുകൾക്ക് പഴയ മഹിമ വീണ്ടും സമ്മാനിക്കുന്നു. കാറ്റിന്റെ മൃദു സംഗീതവും തടാകത്തിന്റെ തിരമാലകളുടെ ശാന്തമായ ശബ്ദവുമെല്ലാം ചേർന്ന് ഇവിടെ എത്തുന്നവർക്കൊരു ദൈവികമായ നിശബ്ദത നൽകി നിൽക്കുന്നു. വേണുഗോപാലസ്വാമി ടെമ്പിൾ ഒരു ദേവാലയം മാത്രമല്ല, കാലത്തെ തോൽപ്പിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരു പൈതൃക കഥ. ഒരിക്കൽ വെള്ളത്തിനടിയിൽ മറഞ്ഞുപോയ ഈ സ്മാരകം ഇന്ന് KRS ലേക്കിന്റെ തീരത്ത് പുതിയ ശോഭയോടെ വീണ്ടും പ്രകാശിക്കുന്നു.